Hi dear students. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ റീമൊബിലൈസേഷൻ വരെയാണ് ഡിസ്കസ് ചെയ്ത് നിർത്തിയത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും, വീഡിയോസ് കണ്ടിട്ടുണ്ടാവും. അതായത് നമ്മൾ കാൽസ്യം മാത്രം റീമൊബിലൈസ് ചെയ്യില്ല, റീമൊബിലൈസ് ചെയ്യണ, അതായത് റീമൊബിലൈസേഷൻ മീൻസ് ഓൾഡർ പാർട്ടിൽ നിന്ന് യങ്ങർ പാർട്ട്, ഓൾഡർ ലീവ്സിൽ നിന്ന് യങ്ങർ ലീവ്സിലേക്ക് മിനറൽ അയൺസ് ട്രാൻസ്പോർട്ട് ചെയ്യുക, ദാറ്റ് ഇസ് റീമൊബിലൈസേഷൻ. ഓക്കെ, സോ ഇവിടെ നമുക്ക് പറയാനുള്ളൊരു കാര്യം, യൂഷ്വലി നമ്മുടെ മനസ്സിലുള്ളൊരു കൺസെപ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, സോ വി യൂഷ്വലി ബിലീവ് ദാറ്റ് സൈലം ട്രാൻസ്പോർട്ട് ഉള്ളി ഇനോർഗാനിക് സബ്സ്റ്റൻസസ്. ഓക്കെ, അതായത് സൈലമാണ് റൂട്ടിൽ നിന്ന് നമ്മുടെ ഇനോർഗാനിക് ആയിട്ടുള്ള സബ്സ്റ്റൻസസ്, മെറ്റൽ അയൺസ്, മിനറൽസിനെയൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത്, മിനറൽ അയൺസിനെയൊക്കെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്നത് സൈലമാണ്. ഓക്കെ, സോ യൂഷ്വലി നമ്മുടെ ഒരു ബിലീഫ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലം ഇനോർഗാനിക് ന്യൂട്രിയൻസിനെ മാത്രമാണ് ക്യാരി ചെയ്യുള്ളൂ. അതുപോലെ തന്നെ ഫ്ലോയം, പ്രിപ്പയർഡ് ഫുഡ്, ഓക്കെ, പ്രിപ്പയർഡ് ഫുഡ് ദാറ്റ് ഇസ് ആൻ ഓർഗാനിക് സബ്സ്റ്റൻസ്. സോ ഫ്ലോയം പ്രിപ്പയർഡ് ഫുഡ് മാത്രമാണ് ക്യാരി ചെയ്യുള്ളൂ. അപ്പോൾ അത് ഫ്ലോയം ഓർഗാനിക് സബ്സ്റ്റൻസസിനെ മാത്രമാണ് ക്യാരി ചെയ്യുള്ളൂ, അതുപോലെ സൈലം ഇനോർഗാനിക്കിനെ മാത്രമേ ക്യാരി ചെയ്യുള്ളൂ എന്നൊരു ബിലീഫ് നമ്മുടെ മൈൻഡിലുണ്ട്. ബട്ട് ദാറ്റ് ഇസ് റോങ്. Okay, so there is an exchange of materials between xylem and phloem. Xylem phloem തമ്മിൽ അവിടെ മെറ്റീരിയൽസ് എക്സ്ചേഞ്ച് വരുന്നുണ്ട്. So there is an exchange of materials between xylem and phloem. So we cannot clearly say that xylem transport only inorganic nutrients and phloem transport only organic nutrients. That is, xylem ഓർഗാനിക്കിനെയും ക്യാരി ചെയ്യുന്നുണ്ട്, അവർ തമ്മിൽ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ് നടക്കുന്നുണ്ട്. സൈലവും ഫ്ലോയും തമ്മിൽ ദർ ഈസ് ആൻ എക്സ്ചേഞ്ച് ഓഫ് മെറ്റീരിയൽസ്. സോ സൈലം എന്തിനേയും ക്യാരി ചെയ്യുന്നുണ്ട്, ഓർഗാനിക് മെറ്റീരിയൽസിനെ ക്യാരി ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ഫ്ലോയം ഇനോർഗാനിക് മെറ്റീരിയൽസിനെയും ക്യാരി ചെയ്യുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് അതവിടെ ടെക്സ്റ്റിൽ പറഞ്ഞിട്ടുണ്ടെന്നാണ് കേട്ടോ ഉള്ളൂ. അതത്ര വലിയ, ഇപ്പോൾ ചിലപ്പോൾ എങ്ങാൻ 1 മാർക്ക് ക്വസ്റ്റ്യനൊക്കെ ആയിട്ട് ചോദിക്കാം. Okay, so xylem, we cannot say that xylem transport only inorganic nutrients and phloem transport only organic nutrients. Okay, ഒരു സ്റ്റേറ്റ്മെൻ്റ് ഒക്കെ തന്നിട്ട് ചിലപ്പോൾ ട്രൂ ആണോ ഫോൾസ് ആണോ അങ്ങനെയൊക്കെ വേണമെങ്കിൽ ക്വസ്റ്റ്യൻ ചോദിക്കാം, അതുകൊണ്ടാണിത് പറഞ്ഞത്. ഓക്കെ, ദ ലാസ്റ്റ് പാർട്ട്, നമ്മുടെ ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് പാർട്ടാണ് ഫ്ലോയം ട്രാൻസ്പോർട്ട്. സോ ഫ്ലോയം എവിടെ നിന്നാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് നമ്മൾ പറഞ്ഞു അല്ലേ, ഫ്രം ലീവ്സ്. ദ ഫുഡ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ലീവ്സ് ബൈ ദ പ്രോസസ് ഓഫ് ഫോട്ടോസിന്തസിസ് ഇസ് ട്രാൻസ്പോർട്ടഡ് ടു ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദ പ്ലാന്റ് അല്ലേ. ലീവ്സിൽ നിന്ന് എങ്ങോട്ട്, റൂട്ടിലേക്ക് മാത്രമല്ല, ലീവ്സിൽ നിന്ന് റൂട്ടിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യണം, സ്റ്റെമ്മിലേക്ക്, ബാക്കിയുള്ള പാർട്ടുകളിലേക്കൊക്കെ, ഫ്ലവേഴ്സിലേക്ക് വേണം, ഫ്രൂട്ട്സിലേക്ക് വേണം. സോ ദ ഫുഡ് ഹാസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ഈച്ച് ആൻഡ് എവറി പാർട്ട് ഓഫ് ദ പ്ലാന്റ് അല്ലേ. എല്ലാ പാർട്ടും ഗ്രോ ചെയ്യണം അല്ലേ, ഫ്രൂട്ട്സ് ഡെവലപ്പ് ചെയ്യണം, ഫ്ലവേഴ്സ് ഫോം ചെയ്യണം, സ്റ്റെമ്മിൻ്റെ തിക്നെസ് കൂടണം, റൂട്ട് ഗ്രോത്ത് ഉണ്ടാവണം. ഗ്രോ ചെയ്യണമെങ്കിൽ എന്ത് വേണം, ഫുഡ് വേണം. സോ ദ ഫുഡ് പ്രിപ്പയർഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഹാസ് ടു ബി ട്രാൻസ്പോർട്ടഡ് ടു ഓൾ ഓഫ് ദ പാർട്സ്. ഓക്കെ, സോ ഓൾ പാർട്സ് ഓഫ് ദ പ്ലാന്റ്. ഇനി ഇപ്പോൾ ഇവിടെ നമ്മൾ പറയുന്ന ഫ്ലോയം ട്രാൻസ്പോർട്ട്. സോ ഫ്ലോയം ട്രാൻസ്പോർട്ട് നമ്മൾ പറയും ഫ്ലോ ഫ്രം സോഴ്സ് ടു സിങ്ക്. സോഴ്സ് മീൻസ് എവിടെയാണോ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ദ പാർട്ട് വേർ ദ ഫുഡ് ഈസ് പ്രിപ്പയർഡ്, ദാറ്റ് ഈസ് മെയിൻലി നമ്മൾ പറയുന്ന ലീവ്സ് ആണ് സോഴ്സ്. അപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലം മാത്രമല്ല, ഫുഡ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ട്, ഇപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത സ്ഥലത്തുനിന്ന് ആവശ്യമുള്ള സ്ഥലത്തേക്ക് മൂവ് ചെയ്യുക. അപ്പോൾ പ്രിപ്പയർ ചെയ്ത സ്ഥലമാണ് അവിടുത്തെ സോഴ്സ്. എങ്ങോട്ടാണോ മൂവ് ചെയ്യുന്നത്, സപ്പോസ് ഇപ്പോൾ സ്റ്റെമ്മിലേക്കാണ് മൂവ് ചെയ്യുന്നത്, സ്റ്റെമ്മാണ് അവിടുത്തെ സിങ്ക്. ഓക്കെ, ഇനി സപ്പോസ് ഇപ്പോൾ ഫുഡ് പ്രിപ്പയർ ചെയ്ത് വെച്ച ഫുഡ്, എല്ലാ ഫുഡും പ്ലാന്റ് അപ്പം തന്നെ യൂസ് ചെയ്യില്ല അല്ലേ, നിങ്ങൾക്കറിയാം. ഫുഡ് ഈസ് സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച്. ഓക്കെ, നമ്മൾ ഗ്ലൂക്കോസ് ഫോമിൽ ഫോട്ടോസിന്തസിൽ ഫോം ചെയ്തിട്ട് അത് സ്റ്റാർച്ചായിട്ടാണ് പ്ലാന്റിൻ്റെ ബോഡിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. സോ സപ്പോസ് സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന റൂട്ടിലാന്ന് വെച്ചോ, ഫുഡ് റൂട്ടിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ സോഴ്സ് ആരാ, റൂട്ടാണ് അവിടുത്തെ സോഴ്സ്. ഇനി റൂട്ടിൽ നിന്ന് ചിലപ്പോൾ ലീവ്സിലേക്കോ ഒക്കെയാണ് ട്രാൻസ്പോർട്ട്, അല്ലെങ്കിൽ ബഡ്സിലേക്കോ ഒക്കെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ആ ബഡ്സാണ് അവിടുത്തെ സിങ്ക്. അപ്പം എവിടെ നിന്ന് എങ്ങോട്ടാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്, എവിടെയാണോ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്നത് അതാണ് സോഴ്സ്. ഓക്കെ, എവിടെ നിന്ന് എങ്ങോട്ടാണോ, അപ്പം ആരാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് അവിടെയാണ് സോഴ്സ്, എങ്ങോട്ടാണോ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് ദാറ്റ് ഇസ് സിങ്ക്. ഓക്കെ, ഹോപ്പ് ദ കൺസെപ്റ്റ് ഈസ് ക്ലിയർ. ദെൻ സോ
Phloem transport, it is the long distance movement of organic substances, മെയിൻലി ഫുഡാണ്. ഫുഡ് ഏത് ഫോമിലാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്? സൂക്രോസ് ഫോം. അപ്പോൾ നിങ്ങൾ ഫുഡിൻ്റെ 3 ഫോംസ് ഓർക്കുക കേട്ടോ. ഗ്ലൂക്കോസ് ആയിട്ടാണ് പ്രിപ്പയർ ചെയ്യുന്നത്, ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് സൂക്രോസ് ആയിട്ടാണ്, സ്റ്റോർ ചെയ്യുന്നത് സ്റ്റാർച്ച് ആയിട്ടാണ്. ഓക്കെ, സോ ദ ഫുഡ് ഈസ് ഫോംഡ് ആസ് ഗ്ലൂക്കോസ്, സ്റ്റോർഡ് ആസ് സ്റ്റാർച്ച്, ട്രാൻസ്പോർട്ടഡ് ആസ് സൂക്രോസ്. അപ്പം നമ്മൾ ഫ്ലോയം ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ലോങ് ഡിസ്റ്റൻസ് മൂവ്മെൻറ്റ് ഓഫ് ഫുഡ് ഫ്രം സോഴ്സ് ടു സിങ്ക്. സോഴ്സിൽ നിന്ന് സിങ്കിലേക്കുള്ള മൂവ്മെൻറ്റിനാണ് നമ്മൾ ഫ്ലോയം ട്രാൻസ്പോർട്ട് എന്ന് പറയുന്നത്. അപ്പം സോഴ്സ് ആൻഡ് സിങ്ക് മേ ബി റിവേഴ്സ്ഡ്. നോർമലി നമ്മൾ സോഴ്സ് എന്ന് പറയുമ്പോൾ ഓൾവേസ് ലീഫ് ആണ് നമ്മുടെ മനസ്സിൽ വരുന്നത് അല്ലേ, ദാറ്റ് ഈസ് ദ പാർട്ട് വെർ ഫോട്ടോസിന്തസിസ് ഒക്കേഴ്സ്. ബട്ട് ഇറ്റ് ഈസ് നോട്ട് നെസസറി ദാറ്റ് ദ ലീവ് ഷുഡ് ബി ദ സോഴ്സ്. ഇൻ സം കേസസ്, അവിടെ നമുക്കൊരു എക്സാമ്പിൾ തന്നിട്ടുണ്ട് ടെക്സ്റ്റിൽ. ഇൻ ഏർലി സ്പ്രിംഗ് ദ ഷുഗർ സ്റ്റോർഡ് ഇൻ റൂട്ട്സ് ഈസ് മൂവ്ഡ് ടു ദ ട്രീ ബഡ്സ്. ഓക്കെ, ഷുഗർ സൂക്രോസ് എവിടെയായിരിക്കും? അല്ലെങ്കിൽ സ്റ്റാർച്ച് ആയിട്ടായിരിക്കും. ഓക്കെ, സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന സ്റ്റാർച്ച് ആയിരിക്കും. സ്റ്റാർച്ച് എവിടെയായിരിക്കും ഉണ്ടാവുക? റൂട്ട്സിലായിരിക്കും ഉണ്ടാവുക. ഏർലി സ്പ്രിംഗ് ടൈമിൽ, സ്പ്രിംഗ് സീസണിലൊക്കെ റൂട്ട്സിലിരിക്കുന്ന, സ്പ്രിംഗ് സീസൺ നിങ്ങൾക്ക് അറിയാമല്ലേ, ടൈമിലാണ് പ്ലാന്റിൽ പുതിയ ബഡ്സൊക്കെ ഫോം ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സ്പ്രിംഗ് ടൈമിൽ റൂട്ട്സിൽ സ്റ്റോർ ചെയ്ത് വെച്ചേക്കുന്ന ഷുഗർ എങ്ങോട്ട് മൂവ് ചെയ്യും? ട്രീ ബഡ്സിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ബഡ്സിലേക്ക് മൂവ് ചെയ്യും ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ഫോട്ടോസിന്തറ്റിക് അപ്പാരറ്റസ് ഇൻ ദ ബഡ്സ്. സോ അപ്പോൾ ഇവിടെ റൂട്ടാണ് സോഴ്സ്, ബഡ്സാണ് അവിടുത്തെ സിങ്ക്. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതായത് സോഴ്സ് സിങ്ക് എന്നുള്ളത് എപ്പോഴും സോഴ്സ് ലീഫ് തന്നെ അവിടെ നിന്നില്ല. ഓക്കെ, നമ്മൾ ഈ പറഞ്ഞ ഒരു എക്സാമ്പിളിൽ റൂട്ട് ഈസ് ദ സോഴ്സ്. ദെൻ ദ ഫ്ലോ ഇൻ ഫ്ലോയം ദാറ്റ് ഇസ് ബൈ ഡയറക്ഷണൽ. ഒരൊറ്റ ഡയറക്ഷനിൽ മാത്രമല്ല, അപ്വേർഡ് മൂവ്മെൻറ്റും ഡൗൺവേർഡ് മൂവ്മെൻറ്റും ഉണ്ട്. സൈലത്തിൽ എങ്ങനെയായിരുന്നു? അപ്വേർഡ് മൂവ്മെൻറ്റ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അല്ലേ, യൂണി ഡയറക്ഷനിലായിരുന്നു. റൂട്ടിൽ നിന്ന് മുകളിലേക്കായിരുന്നു മൂവ്മെൻറ്റ് ഉണ്ടായിരുന്നത് സൈലത്തിൻ്റെ കേസിൽ, ദാറ്റ് ഇസ് യൂണി ഡയറക്ഷണൽ. ബട്ട് ഇൻ കേസ് ഓഫ് ഫ്ലോയം മൂവ്മെൻറ്റ് ഒക്കേഴ്സ് ബോത്ത് അപ്വേർഡ് ആൻഡ് ഡൗൺവേർഡ്സ്. ലീഫിൽ നിന്ന് മുകളിലേക്ക് ഫ്ലവേഴ്സിലേക്കും ഫ്രൂട്ടിയിട്ടും ഒക്കെ പോവാം, ലീവ്സിൽ നിന്ന് താഴത്തേക്ക് റൂട്ട്സിലേക്കും മൂവ് ചെയ്യണം ഫുഡ്. സോ ദ മൂവ്മെൻറ്റ് ഇൻ ഫുഡ് ദാറ്റ് is bidirectional, that is the food can move upward or downward through phloem. Okay, then the movement of substances or movement of food in phloem is explained with the help of a hypothesis, that is pressure flow or mass flow hypothesis. അപ്പോൾ ഒരു ഹൈപ്പോത്തസിസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ എക്സ്പ്ലെയിൻ ചെയ്യണത്. ആൻഡ് ദാറ്റ് ഹൈപ്പോത്തസിസ് ഈസ് കോൾഡ് പ്രഷർ ഫ്ലോ ഓർ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്. സോ ഇറ്റ് ഈസ് എ ഹൈപ്പോത്തസിസ് ദാറ്റ് എക്സ്പ്ലെയിൻസ് ദ മെക്കാനിസം ഓഫ് ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഷുഗർ. ഷുഗറിൻ്റെ ട്രാൻസ്ലൊക്കേഷൻ പറയുന്ന, അതായത് ഫ്ലോയം ട്രാൻസ്പോർട്ടിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഹൈപ്പോത്തസിസ് ആണ് മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ് ഓർ പ്രഷർ ഫ്ലോ ഹൈപ്പോത്തസിസ്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ നോക്കാം കേട്ടോ. നിങ്ങളുടെ ടെക്സ്റ്റിൽ തന്നേക്കുന്ന ഈ ഒരു ഫിഗറാണ്, ഫസ്റ്റ് കാണിച്ചേക്കുന്നതാണ്. പക്ഷേ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കുറച്ചും കൂടി എളുപ്പം ഈ സെക്കൻഡ് ഫിഗറാണ്. ഓക്കെ, അപ്പോൾ നിങ്ങളിവിടെ നോക്കാം. ഇവിടെ ലീഫുണ്ട്, ഇതാണ് നമ്മുടെ സോഴ്സ് അല്ലേ, ലീഫ് സെൽസ്. അവിടെയാണ് എന്ത് പ്രിപ്പയർ ചെയ്യുന്നത്? ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, സോ food or glucose is prepared in leaves and it is converted to sucrose for transportation. Okay, sucrose ഫോമിലേക്കായി. അപ്പോൾ ഗ്ലൂക്കോസ് എന്ന് പറയുന്നത്, ഓക്കെ, നിങ്ങളിപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ബയോമോളിക്യൂൾസിൽ പഠിച്ചിട്ടുണ്ടാവും. അതായത് ഗ്ലൂക്കോസ് ദാറ്റ് ഈസ് എ മോണോസാക്രൈഡ് അല്ലേ. ഗ്ലൂക്കോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ മോണോസാക്രൈഡ്. ബട്ട് സൂക്രോസ് ഈസ് എ ഡൈസാക്രൈഡ്. ഗ്ലൂക്കോസ് പ്ലസ് ഫ്രക്ടോസ് ആണ് സൂക്രോസ്. ഓക്കെ, സോ ആദ്യം തന്നെ സോഴ്സ് ലീഫിൽ വെച്ചിട്ട് ദിസ് ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സൂക്രോസ്. ഗ്ലൂക്കോസും ഫ്രക്ടോസും കൂടി ചേർന്ന് സൂക്രോസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. സോ ഗ്ലൂക്കോസ് ഈസ് എ മോണോസാക്രൈഡ് വേറെ സൂക്രോസ് ഈസ് എ ഡൈസാക്രൈഡ്. രണ്ട് മോണോസാക്രൈഡ് ചേർന്ന് വരുന്ന ആൾക്കാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡൈസാക്രൈഡ് എന്ന് പറയുന്നത്. സോ ഗ്ലൂക്കോസ് ഒരു മോണോസാക്രൈഡ് ആണ്, ഫ്രക്ടോസ് ഒരു മോണോസാക്രൈഡ് ആണ്. അവർ രണ്ടുപേരും കൂടി ചേർന്ന് ഫോം ചെയ്യുന്നതാണ് ഡൈസാക്രൈഡ്, ദാറ്റ് ഇസ് സൂക്രോസ്. ഓക്കെ, സോ ലീവ്സിൽ വെച്ചിട്ട് ദ ഗ്ലൂക്കോസ് ഫോംഡ് ഇൻ ലീവ്സ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സൂക്രോസ്. സൂക്രോസ് ഫോമിലാണ് ട്രാൻസ്പോർട്ടേഷൻ നടക്കാമെന്ന് നമ്മൾ പറഞ്ഞു. സോ ദ ഗ്ലൂക്കോസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു സൂക്രോസ്. ദെൻ
സൂക്രോസ് എങ്ങോട്ട് മൂവ് ചെയ്യും? ഈ കാണിച്ചിരിക്കുന്നത് കമ്പാനിയൻ സെൽസ് ആണ്. സോ നമ്മൾ ആദ്യം ഫ്ലോയത്തിലെ എലമെൻസ് ഒക്കെ പറയുമ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു സീവ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ് ഒക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ആദ്യം കമ്പാനിയൻ സെൽസിലേക്ക് മൂവ് ചെയ്യും. ആൻഡ് ഹിയർ ആക്റ്റീവ് ട്രാൻസ്പോർട്ട് ഈസ് ടേക്കിംഗ് പ്ലേസ്. ലീവ്സ് ചെയ്യുന്ന കമ്പാനിയൻ സെൽസിലേക്ക് മൂവ് ചെയ്യുന്നത് ഏത് ട്രാൻസ്പോർട്ട് വഴിയാണ്? ആക്റ്റീവ് ട്രാൻസ്പോർട്ട് വഴിയാണ് അവിടെ മൂവ്മെൻറ്റ് നടക്കുന്നത്. ഓക്കെ, ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. സോ സൂക്രോസ് മൂവ്സ് ഫ്രം ലീവ്സ് ടു കമ്പാനിയൻ സെൽസ് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. ഇനി നേരെ കമ്പാനിയൻ സെൽസിൽ നിന്ന് നെക്സ്റ്റ് ഇവർ മൂവ് ചെയ്യുന്നത് സീവ് ട്യൂബ്സിലേക്കാണ്. ഓക്കെ, അപ്പോൾ സീവ് ട്യൂബ്സ്, കമ്പാനിയൻ സെൽസ് ഒക്കെ നമ്മൾ പഠിച്ചിരുന്നു. സോ സീവ് ട്യൂബ്സിലേക്കാണ് നെക്സ്റ്റ് ഇവർ മൂവ് ചെയ്യുന്നത്. സോ ആദ്യം കമ്പാനിയൻ സെൽസിലേക്ക് വന്നു, കമ്പാനിയൻ സെൽസിൽ നിന്ന് സീവ് ട്യൂബ്സിലേക്ക് മൂവ് ചെയ്തു. അപ്പോൾ അതാണ് നമ്മളിവിടെ പറയുന്നത്. സൂക്രോസ് ഈസ് മൂവ്ഡ് ഇൻ ടു ദ കമ്പാനിയൻ സെൽസ് ആൻഡ് ദെൻ ഇൻ ടു ദ ലിവിങ് ഫ്ലോയം സീവ് ട്യൂബ് ബൈ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്. അതായത് എനർജി യൂസ് ചെയ്തിട്ടുള്ള ഒരു ട്രാൻസ്പോർട്ട്, ആക്റ്റീവ് ട്രാൻസ്പോർട്ടാണ് നടക്കുന്നത്. ഇറ്റ് പ്രൊഡ്യൂസസ് എ ഹൈപ്പർട്ടോണിക് കണ്ടീഷൻ ഇൻ ഫ്ലോയം. അപ്പോൾ സൂക്രോസ് എന്ന് പറയുന്നത് എന്താണ്? സൂക്രോസ് എന്ന് പറയുമ്പോൾ ഒരു ഷുഗേഴ്സ് ആണല്ലേ, ഷുഗറാണ്. അപ്പോൾ അവിടെ ഒരു ഹൈപ്പർട്ടോണിക് കണ്ടീഷൻ, ഓക്കെ, അതായത് അവിടുത്തെ വാട്ടർ കുറഞ്ഞു, അയോൺസ് കൂടി, സൂക്രോസിൻ്റെ എമൗണ്ട് കൂടി. അപ്പോൾ അവിടെ ഒരു ഹൈപ്പർ ടോണിക് കണ്ടീഷനാണ് അവിടെ ഫോം ചെയ്യുന്നത്. ഓക്കെ, സോ അവിടെ ഒരു ഹൈപ്പർ ടോണിക് കണ്ടീഷൻ ഫോം ചെയ്യും. അപ്പോൾ ഹൈപ്പർ ടോണിക് കണ്ടീഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആര് കുറവാണ്? വാട്ടർ കുറവാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ സൂക്രോസിൻ്റെ എമൗണ്ട് കൂടി, വാട്ടറിൻ്റെ എമൗണ്ട് കുറഞ്ഞു. അപ്പോൾ ആരും ഇങ്ങോട്ട് വരും? വാട്ടറും ഇങ്ങോട്ട് വരും. വാട്ടർ എപ്പോഴും എവിടെ നിന്ന് എങ്ങോട്ടാണ് പോകുള്ളൂ? ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ലോവർ കോൺസെൻട്രേഷൻ. സോ വാട്ടർ വിൽ മൂവ് ഫ്രം സൈലം ടു ദിസ് പാർട്ട്. ഓക്കെ, സൈലത്തിൽ നിന്ന് ഓസ്മോസിസ് വഴി ഈ ഒരു ഫ്ലോയം, അതായത് നമ്മുടെ ഈ ഒരു സീവ് ട്യൂബ്സിലേക്ക് വാട്ടർ വരും. സോ അവിടെ ഒരു ഓസ്മോട്ടിക് പ്രഷർ, ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ അവിടെ ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ഒന്നും കൂടി ഞാൻ പറയാം. നമ്മുടെ ലീവ്സ്, അതായത് സോഴ്സിൽ ഫോം ചെയ്യും സൂക്രോസ്. സൂക്രോസ് ഈസ് ട്രാൻസ്പോർട്ടഡ് ഫസ്റ്റ് ടു കമ്പാനിയൻ സെൽസ്, ദെൻ ട്രാൻസ്പോർട്ടഡ് ടു സീവ് ട്യൂബ്സ്. Okay, so when the amount of sucrose increases in the sieve tubes, what will happen? It becomes hypertonic. Okay, so the part inside this companion cells become hypertonic. So hypertonic means there water will be less and ions will be more. So water will move to this part ഫ്രം സൈലം, ഈ ഒരു പാർട്ടിലേക്ക്. കാരണം അവിടെ നിലവിൽ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കുറവാണ്. സോ വാട്ടർ വിൽ മൂവ് ഫ്രം ഹയർ കോൺസെൻട്രേഷൻ ടു ദിസ് ലോവർ കോൺസെൻട്രേറ്റഡ് പാർട്ട് ത്രൂ ഓസ്മോസിസ്. ഓക്കെ, അപ്പോൾ വാട്ടർ ഇവിടെ വന്നു. ദെൻ ഹിയർ ദ ഓസ്മോട്ടിക് പ്രഷർ വിൽ ബി ഇൻക്രീസ്ഡ്. വാട്ടറും കൂടി വന്നു കഴിയുമ്പോൾ ഇവിടെ എന്ത് കൂടി? ഓസ്മോട്ടിക് പ്രഷർ കൂടി. ഓക്കെ, സോ ഓസ്മോട്ടിക് പ്രഷർ വിൽ ബി ഇൻക്രീസ്ഡ്. ദെൻ ദിസ് വിൽ മൂവ് ഫ്രം ഹിയർ ടു റീജിയൻ ഓഫ് ലോവർ ഓസ്മോട്ടിക് പ്രഷർ. അപ്പോൾ വാട്ടർ വന്നു, ഓസ്മോട്ടിക് പ്രഷർ കൂടി. ഓസ്മോട്ടിക് പ്രഷർ കൂടി കഴിയുമ്പം ഇത് ഇവിടെ നിന്ന് ഓസ്മോട്ടിക് പ്രഷർ കുറഞ്ഞ റീജിയൻസിലേക്ക് മൂവ് ചെയ്യും. അതെങ്ങോട്ടും ആവാം, ഒന്നെങ്കിൽ ഇവിടെ നിന്ന് മുകളിലേക്ക് ആവാം, മുകളിൽ ഫ്രൂട്ട്സും ഫ്ലവേഴ്സൊക്കെ ഉണ്ട്, അങ്ങോട്ടാവാം, അല്ലെങ്കിൽ താഴേക്ക് റൂട്ട്സിലേക്കും ആവാം. ഓക്കെ, നമ്മളിവിടെ റൂട്ട്സിലേക്കുള്ള മൂവ്മെൻ്റ് ആണെന്ന് ഈ ഒരു ഫിഗറിൽ കാണിച്ചേക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കുക. ഓക്കെ, ഓക്കെ, സോ ഈ ഒരു പാർട്ടിയിൽ നിന്ന് താഴേക്ക്, ഇവിടെ റൂട്ട്സ് ആണ് കേട്ടോ, സോ താഴേക്ക് മൂവ്മെൻറ്റ് നടക്കും. ഓക്കെ, സോ താഴേക്ക് വന്നു, താഴെ എത്തി റൂട്ട് സെൽസിൻ്റെ പാർട്ടിൽ. ഓക്കെ, സോ അപ്പോൾ സീവ് ട്യൂബാണ് ഈ കാണിച്ചേക്കുന്നത് കേട്ടോ. സീവ് ട്യൂബ്സ് ഇവിടെ വന്നു, ഇവിടെ എത്തിക്കഴിയുമ്പം ഇവിടെ നിന്ന് അടുത്തുള്ള കമ്പാനിയൻ സെൽസിലേക്ക് ദീസ് ഷുഗേഴ്സ് ആർ ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ടഡ്. ദെൻ ഫ്രം ദ കമ്പാനിയൻ സെൽസ് ദേ ആർ ആക്റ്റീവ്ലി ട്രാൻസ്പോർട്ടഡ് ടു ദ റൂട്ട് സെൽസ്. അപ്പോൾ ഇവിടുത്തെ നമ്മുടെ സിങ്ക് എന്ന് പറയുന്ന ആരാണ്? റൂട്ട് സെൽസ് ആണ്. സോ ഫ്രം sieve tubes, the sucrose is transported first to companion cells by active transport and then they move to root cell by active transport. അപ്പോൾ ഷുഗേഴ്സ് മൂവ് ചെയ്ത് കഴിയുമ്പം ഇവിടെ ആര് മാത്രമേ ഉള്ളൂ? പിന്നെ വാട്ടർ ഉള്ളൂ അല്ലേ? സോ അവിടെ വാട്ടർ മാത്രമായി കഴിയുമ്പോൾ ഓസ്മോട്ടിക് പ്രഷർ കുറയും. ഓക്കെ, ഓസ്മോട്ടിക് പ്രഷർ വിൽ ബി ഡിക്രീസ്ഡ് ആൻഡ് വാട്ടർ ഓൾസോ മൂവ്സ് ഔട്ട് ഓഫ് ദ ഫ്ലോയം. ഇതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ്. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഞാൻ പറയാം. അതായത്
ആദ്യം തന്നെ നമ്മുടെ സോഴ്സും സിങ്കും ഏതാണെന്ന് മനസ്സിലാക്കുക. സോഴ്സ് എന്താണ്? ലീഫാണ്. സിങ്ക് ദാറ്റ് ഈസ് റൂട്ട്. ഓക്കെ, സോഴ്സ് ഈസ് ലീഫ് ആൻഡ് സിങ്ക് ഈസ് റൂട്ട്. സോ സോഴ്സിൽ ലീഫിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ദ ഗ്ലൂക്കോസ് പ്രൊഡ്യൂസ്ഡ് ആസ് എ റിസൾട്ട് ഓഫ് ഫോട്ടോസിന്തസിസ് ഇൻ ദ ലീവ്സ് ദാറ്റ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു എ disaccharide sucrose, and then sucrose first enters to the companion cells. From the companion cells it is taken to the sieve tube. Then when the amount of sucrose increases in the sieve tube, a hypertonic condition is created. As a result, osmotic pressure increases and water enters to the phloem. sieve tube ഫ്ലോയത്തിൻ്റെ ഒരു പാർട്ടാണ് കേട്ടോ. ഇങ്ങോട്ട് വാട്ടർ എൻറ്റർ ചെയ്യും. വാട്ടർ എൻറ്റേഴ്സ് ടു ദ ഫ്ലോയം ബൈ ഓസ്മോസിസ്. Then the sucrose together with the water moves to the part of lower osmotic pressure. When water enters, the osmotic pressure increases and the sucrose together with water moves to low pressure regions. As osmotic pressure corner regions like move ചെയ്യും. So here the water together with sucrose it moves to the regions near the rootൻ്റെ പാർട്ടിലേക്കാണ് മൂവ് ചെയ്യുന്നത്. So at the point or near the root cells, the phloem or the sieve tube will actively transport this sucrose first to companion cells. Sieve tube in the sucrose ആദ്യം ഇങ്ങോട്ട് പോകും, companion cellsലേക്ക് പോകും, then to root. then to root cells. Then ഇപ്പോൾ സൂക്രോസ് ഒക്കെ പോയി, അയൺസ് സൂക്രോസ് ഒക്കെ പോയി കഴിയുമ്പോൾ പിന്നെ ആദ്യം അവിടെയുള്ള വാട്ടർ ഉള്ളൂ അല്ലേ. സോ അവിടെ വാട്ടറിൻ്റെ കോൺസെൻട്രേഷൻ കൂടി. ദെൻ വാട്ടർ ഓൾസോ മൂവ്സ് ഔട്ട് ഫ്രം this higher concentration to lower concentration. വാട്ടറും അവിടുന്ന് മൂവ് ചെയ്തു. വാട്ടർ എങ്ങോട്ട് പോവും? വാട്ടർ വിൽ മൂവ് ഫ്രം this higher concentration to lower concentration. That is water also will move out of the phloem. ഇതാണ് നമ്മുടെ മാസ് ഫ്ലോ ഹൈപ്പോത്തസിസ്. അപ്പോൾ ഈ ഒരു ഫിഗർ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുമോ? ഈ ഒരു ഫിഗർ വച്ചിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ എളുപ്പമായിരിക്കും. ഞാൻ നോട്ട്സിലൊക്കെ പൊതുവേ കാണാറ് നമ്മുടെ ടെക്സ്റ്റിലെ ആ ഒരു ഫിഗറാണ്, അതായത് ഈ ഒരു ഫസ്റ്റ് ഫിഗറാണ്. അപ്പം അത് വെച്ച് പഠിക്കുന്നതിനെക്കാട്ടിലും ഇതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടി എളുപ്പമെന്ന് എനിക്ക് തോന്നണു. അപ്പം നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വയ്ക്കുമോ, അല്ലെങ്കിൽ നിങ്ങളൊന്ന് വരച്ച് വയ്ക്കുമോ നിങ്ങളുടേതായ രീതിയിൽ. വലിയ ഭംഗിയിൽ വരയ്ക്കാനല്ല ഞാൻ പറയുന്നത്, നിങ്ങളുടേതായ രീതിയിൽ ഒന്ന് വരച്ച് വെച്ചിട്ട് ഈ ഒരു കൺസെപ്റ്റ് ഓർത്ത് വയ്ക്കാം. ഓക്കെ, ദെൻ അവർ ലാസ്റ്റ് പാർട്ട് ദാറ്റ് ഈസ് ഒരു എക്സ്പെരിമെൻ്റ് ആണ് കേട്ടോ, ഗേഡ്ലിംഗ് എക്സ്പെരിമെൻറ്റ്. ഗേഡ്ലിംഗ് എക്സ്പെരിമെൻറ്റിൽ പറയുന്നത് കെയർഫുള്ളി റിമൂവ് എ റിംഗ് ഓഫ് എ ബാർക്ക് ഇൻക്ലൂഡിങ് ദ ഫ്ലോയം ലെയർ ഫ്രം എ ട്രീ ട്രങ്ക്. നമ്മളൊരു ട്രീയുടെ തടിയുണ്ടല്ലോ, ട്രങ്ക്, ആ ഒരു പാർട്ടിൽ നിന്ന് ഔട്ടർ റീജിയൻസ്, ബാർക്കാണ് ഔട്ടർ റീജിയൻ എന്നറിയാലോ, അതായത് ഫ്ലോയം റീജിയൻ അടങ്ങുന്ന ആ ഒരു പാർട്ടിനെ നമ്മൾ റിമൂവ് ചെയ്യും. റിമൂവ് ചെയ്ത് കഴിയുമ്പം വാട്ട് വിൽ ഹാപ്പൻ? ആഫ്റ്റർ എ ഫ്യൂ വീക്സ് ദ പോർഷൻ ഓഫ് ദ ബാർക്ക് എബവ് ദ റിംഗ് ഓൺ ദ സ്റ്റെം ബിക്കം സ്വെല്ലൻ. ദിസ് ഇസ് ഡ്യൂ ടു ദ ആബ്സെൻസ് ഓഫ് ഡൗൺവേർഡ് മൂവ്മെൻറ്റ് ഓഫ് ഫുഡ്. നമ്മൾ ഏത് പാർട്ടാണോ റിമൂവ് ചെയ്തത് അതിന് തൊട്ട് മുമ്പുള്ള റീജിയൻ എങ്ങനെയായിരിക്കും? അവിടെ സ്വെല്ലനായിട്ട് വീർത്ത് കാണും. അതിൻ്റെ റീസൺ ഇതാണ്, അവിടെ ഫുഡ് ട്രാൻസ്പോർട്ട് ബ്ലോക്ക് ആവുന്നുണ്ട്. So this shows that phloem is the tissue responsible for translocation of food, and that transport takes place in one direction, that is towards the root. അപ്പോൾ റൂട്ടിലേക്ക് ഇതുവഴി ബാർക്ക് വഴി മൂവ് ചെയ്യുന്ന സമയത്ത് ഈ ഒരു ഫുഡ് ഇവിടുന്ന് ബ്ലോക്കായി ഇവിടുന്ന് മൂവ് ചെയ്യാൻ പറ്റാതെ അത് സ്വെല്ലനായിട്ട് ഇരിക്കുന്ന ഒരു പ്രോസസ്സ്, അത് നമുക്ക് കാണാൻ പറ്റും. സോ ഇതാണ് ഗേഡ്ലിംഗ് എക്സ്പെരിമെൻറ്റ്. വേറൊന്നുമില്ല, അതായത് ഫ്ലോയമാണ് ഫുഡ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. ഫ്ലോയം ട്രാൻസ്പോർട്ട് ബ്ലോക്ക് ആകുമ്പോൾ അവിടെ സ്വെള്ളനായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇവിടെ റൂട്ടിലേക്കാണ് ഒരു ഫുഡിൻ്റെ മൂവ്മെൻറ്റ് നടക്കുന്നത്. അതാണ് കേട്ടോ പറഞ്ഞേക്കുന്നത്. കാരണം ഫ്ലോയം എല്ലാ സ്ഥലത്തേക്കും ഫുഡ് മൂവ്മെൻറ്റ് നടക്കുന്നുണ്ട്. ഇവിടെ ആ ഒരു പർട്ടിക്കുലർലി ആ ഒരു റൂട്ട് പാർട്ടിലേക്കായിരുന്നു മൂവ്മെൻറ്റ് വരുന്നത്. അത് ബ്ലോക്കായി കഴിഞ്ഞപ്പോഴാണ് അവിടെ ട്രാൻസ്ലൊക്കേഷൻ ഓഫ് ഫുഡ് ടു റൂട്ട്സ് ദാറ്റ് ഹാസ് ബീൻ സ്റ്റോപ്ഡ്. സോ ഇതോടെ നമ്മുടെ ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്.
ഓക്കെ. പലരോടും ചോദിച്ചപ്പോൾ കുട്ടികൾ പലരും പറഞ്ഞൊരു കാര്യമാണ് ട്രാൻസ്പോർട്ടേഷൻ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ശരിയാണ്, പല കാര്യങ്ങളും നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ടേംസും കാര്യങ്ങളൊക്കെയാണ്. പക്ഷേ നമ്മുടെ ബോട്ടണിയെ സംബന്ധിച്ച് പ്ലസ് വണ്ണിലെ ബോട്ടണി ഇങ്ങനെ കുറേ പുതിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ് പ്ലസ് വണ്ണിലെ ബോട്ടണി. അപ്പോൾ നിങ്ങൾ പഠിക്കുക, ഡൗട്ടുള്ളത് വീണ്ടും വീണ്ടും പഠിക്കുക എന്നല്ലാതെ നമുക്ക് വേറൊരു ഓപ്ഷൻ ഇല്ല. പിന്നെ തീരെ നിങ്ങൾക്ക് നോക്കാൻ ഒന്നും മനസ്സിലാവാത്ത പോർഷൻസൊക്കെ ഉണ്ടെങ്കിൽ, ചില പോർഷൻസ് തീരെ മനസ്സിലാവുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഒന്ന് ഇൻഫോം ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ആ പോർഷൻ അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. ഇനി വേറെ ഒന്നും കൂടി അതിൻ്റെ ക്ലാസ് എടുക്കുകയോ എന്താണെന്ന് വെച്ചാൽ നമുക്ക് ചെയ്യാം. തീരെ മനസ്സിലാവാത്ത പോർഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ പറയാം. ഓക്കെ.